फिक्र हुआ होगा। അതിനുള്ള വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ കടന്നു വരുവാനിടയായിട്ടുള്ളത്. इसलिए बड़े प्रार्थना के साथ ही और इच्छा के साथ आया हूँ। ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നല്ല ശിഷ്യരാക്കുവാനും അനേക ശിഷ്യരാക്കുവാനും ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ദൈവം ആ തീരുമാനത്തെ ആദരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. जैसे मैंने कहा कि यदि हम चेला बनाने और उसमें इच्छा रखें और उसमें स्थिर भी रहे तो प्रभु निश्चित तौर से हमें हमारी सहायता करेंगे। ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനമാണ് നാം ചിന്തിച്ചു വന്നത്. शिष्यत्व के नींव को हमने देखा है। അടിസ്ഥാനം എന്നുള്ളത് ദൈവവചനമാണ്. इसका जो नींव है ये प्रभु का वचन है। അത് നാം ചിന്തിച്ചത് 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും तीसरे अध्याय मत्ती के सुसमाचार 28 के 20वें कलम में जो बातें मैंने तुम्हें आज्ञा दी है। ആദ്യം നാം ചിന്തിച്ചത് പ്രമാണിച്ച് നല്ല ശിഷ്യരായി തീരണം. पहले सुना कि मानकर अच्छे चेले बनाओ। മാത്രമല്ല നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഉപദേശിച്ച് അനേകരെ ശിഷ്യരാക്കണം. सिखाकर दूसरों को भी चेले बनाने के लिए क्या हमसे आग्रह किया गया है। നാം നമ്മുടെ കുറിവാക്യമായി 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. 20वें कलम में मानने के योग्य रूप से उसको सिखाया. പഠിക്കാനും പ്രമാണിക്കാനും മാത്രമല്ല, ഉപദേശിച്ച് ശിഷ്യരാക്കാനും സർവാധികാരിയായ ദൈവം കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു. केवल सीखने और मानने नहीं, लेकिन दूसरों को सिखाकर उसको उनको चेले बनाने का जो काम है ये प्रभु ने किया है. ആ വലിയ നിയോഗമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ये बहुत बड़ा काम प्रभु ने हमें किया है. അപ്പോൾ പ്രമാണിച്ച് നല്ല ശിഷ്യരാകാനും ഉപദേശിച്ച് ശിഷ്യരാക്കാനും നമുക്ക് കഴിയണം. मानकर चेले बनने और सिखाकर अच्छे चेले बनाने का भी हमें सीखना होगा. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും വിചാരിക്കും, സഹോദരമായ ഞങ്ങൾക്ക് ഇതിൽ എന്താണ് പങ്കുള്ളത്? तो बहन लोग सोचेंगे कि स्वाभाविक तौर से कि हमारा इसमें क्या काम है. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ കുടുംബത്തിലും സഭയിലും ഈ ശിഷ്യത്വത്തിന്റെ നിയോഗം എല്ലാവരിലും ദൈവം നൽകിയിട്ടുണ്ട്. मैंने जैसे पहले बताया, परिवार में और बाकी स्थानों में भी प्रभु ने ये चेला बनाने का काम समर्पित किया है. ഒരു കുടുംബത്തിൽ അടുത്ത തലമുറയെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. आने वाले पीढ़ी को सिखाकर चेला बनाना ये प्रभु बहुत अच्छे चाहते हैं. അതുപോലെ തന്നെ സഹോദരന്മാരോടുള്ള ബന്ധത്തിലും ഭവനത്തിൽ മാത്രമല്ല, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലം സഭയിലും ഉപദേശിച്ച് അനേകരെ ശിക്ഷപ്പെടുത്താനുള്ള വലിയ നിയോഗമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. भाइयों के संबंध में भी प्रभु ने बहुत बड़ा एक काम हमारे आप में सौंपा है कि जिस कलीसिया में हम है वहाँ दूसरों को सिखाकर उनको चेले बनाना. എന്നെ കേൾക്കുന്ന ബുദ്ധിമക്കളും യുവതി മക്കളും ഒക്കെ ചിന്തിക്കും, ഞങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് പങ്കുള്ളത്? तो मेरे सुनने वाले छोटे बच्चे और युवतियाँ सोचेंगे हमारे लिए इसमें क्या है. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നല്ല ശിഷ്യരായി, കർത്താവിന്റെ നല്ല ശിഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കണം. प्यारो, आपको प्रभु के अच्छे चेले होकर जीना है. മാത്രമല്ല, ഇന്നത്തെ മക്കളാണല്ലോ നാളത്തെ ഭാവി എന്ന് പറയുന്നത്. आज के जो बच्चे हैं वो भविष्य में वही बड़े होकर होने वाले हैं. നാളെ നിങ്ങളും മാതാപിതാക്കളും സഭയിലെ ദൈവം ആഗ്രഹിക്കുന്നതിൽ വലിയ ഉത്തരവാദിത്വം ഏൽക്കാനുള്ള ആ തലമുറയാണ് ഈ ഭൂമിയിൽ വാർത്തെടുക്കാനുള്ള വലിയ നിയോഗം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ये पीढ़ी जो है आगे जाकर माता पिता बनेंगे और कलीसिया में जिम्मेदारी उठाने वाले लोग बनने वाले हैं. अपने इनको सिखाना ये हमारा दिया हुआ उत्तरदायित्व है. അപ്പോൾ ഇതിൽ നിന്നും ആരും ഒഴിവുള്ളവരല്ല. ഈ പ്രമാണത്തിൽ എല്ലാവർക്കും ബാധകമാണ് എന്നുള്ളതാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. तो ये जो वचन से सीखते हैं कि सब लोग इसके अंदर शामिल हैं, कोई इससे चूक नहीं सकते हैं. അതുകൊണ്ട് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ ഉന്നതമായ ആത്മീയ നിലവാരത്തിലേക്ക് നാം എത്തുവാൻ നാം ഓരോരുത്തരും അധ്വാനിക്കാനും പരിശ്രമിക്കാനും ഇടയായിത്തീരണം. इसलिए प्रभु जिस स्थान या स्तर तक हमें चाहता है कि हम पहुंचे, वहां तक पहुंचने का परिश्रम, इच्छा और परिश्रम हमें हो. ലോകം കണ്ട ഏറ്റവും നല്ല ഗുരുവാണല്ലോ നമ്മുടെ ഗുരുനാഥൻ. संसार में सबसे श्रेष्ठ गुरु जिसको संसार ने देखा है वो हमारा मसीह है. ഇതിനേക്കാൾ പകരം വയ്ക്കാവുന്ന നല്ലൊരു ഗുരുനാഥനില്ല. इससे बढ़िया और कोई गुरु नहीं है. ആ ഗുരുനാഥനാണ് നമ്മോട് പറയുന്നത് അനേകരെ ശിഷ്യരാക്കണം എന്നുള്ളത്. यही गुरु ने हमसे कहा कि बहुतों को चेले बनाना है. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ നന്നായി ഉപദേശിക്കാനായിട്ട് കഴിയും? कैसे हम
ठीक तरह से शिक्षण दे सकते हैं। എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ശിഷ്യരാക്കാനായിട്ട് കഴിയും? कैसे हम दूसरों को चेले बनाएंगे? അത് നമ്മുടെ കർത്താവിന്റെ മാതൃക തന്നെ നമുക്ക് അത് പരിശോധിക്കാൻ ഇടയായി തീരാം. നമ്മൾ ആദ്യം പഠിച്ചതുപോലെ കർത്താവിൽ നിന്നും കർത്താവിന്റെ മാതൃക പഠിക്കുവാൻ ഇടയായി തീരട്ടെ. मसीह से सीखना या मसीह को देखकर सीखना है, उसके नमूने को देखकर सीखना है। മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ मत्ती रचित सुसमाचार 23 अध्याय के पहले कलम അതിന്റെ 1-ാം വാക്യവും 2-ാം വാക്യവും 3-ാം വാക്യത്തിലെ ഒരു വാചകം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. के 1, 2 और 3 के कुछ वचनों को देखकर मैं कहना चाहता हूँ। അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, तब यीशु ने भीड़ से और अपने चेलों से कहा, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. शास्त्री और फरीसी मूसा की गद्दी पर बैठे हैं। 3-ാം വാക്യത്തിൽ അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലെന്ന്. वो लोग तो केवल बोलते हैं, मतलब वहाँ लिखा है, इसलिए वे तुमसे जो कुछ कहे वो करना और मानना, परंतु उनके काम मत करना, क्योंकि वे कहते तो है पर करते नहीं। അവിടെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്ന മനോഹരമായ സത്യമുണ്ട്. पवित्र आत्मा वहाँ स्पष्ट लिखता है कि एक सच्चाई लिखता है, അവർ പഠിക്കാത്തവരല്ല, നന്നായി പഠിച്ചവരാണ്. ऐसे नहीं कि वो लोग सीखे नहीं है, भली बात ही सीखे हैं, കാരണം അവരിരിക്കുന്നത് മോശയുടെ പീഠത്തിലാണ്. क्योंकि वो लोग मूसा के गद्दी पर बैठे हैं। ആ വലിയ ഗൗരവം അവരെ ഭരിക്കുന്നുണ്ട്. वो बहुत गंभीरता से इस बात को देखते हैं, കാരണം ദാവീദും മോശയും എക്കാലത്തെയും ഇസ്രായേലിന്റെ ജീവിതത്തിന്റെ സന്തോഷമാണ്, ആവേശമാണ്. क्योंकि दाऊद और मूसा ये सब इजराइल के उस इतिहास में उनको या हमेशा उनके लिए बहुत बड़ा आनंद का विषय बना है। അവർ മോശയുടെ പീഠത്തിൽ ഇരിക്കണമെങ്കിൽ വെറുതെ ഓടിപ്പോയി കയറി ഇരിക്കാൻ കഴിയില്ല. मूसा की गद्दी पर बैठना है मतलब दौड़कर जाके बैठ जाओ, ऐसा नहीं है। അവർ ശാസ്ത്രിമാരും പരീശന്മാരും എന്ന നിലയിൽ ന്യായപ്രമാണം ഭംഗിയായി പഠിച്ചവരാണ്. यदि इस तरह से है तो ये जो शास्त्री और फरीसी ने बहुत अच्छे से प्रभु के या पुराने नियम को व्यवस्था को पढ़ा है, അവർക്ക് വളരെ കൃത്യമായി പ്രമാണങ്ങൾ അറിയുകയും ചെയ്യാം. तो वो लोग व्यवस्था को भली भांति जानते हैं। അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയുന്നത്, ശിഷ്യന്മാരോട് പറയുന്നത്, അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിക്കുകയും ചെയ്യും. इसलिए प्रभु कहते हैं वे तुमसे जो कुछ कहे वो करना और मानना। പക്ഷെ അവരുടെ വലിയൊരു പോരായ്മ ദൈവം കർത്താവോട് വെളിപ്പെടുത്തുകയാണ്. लेकिन प्रभु उनकी कमी को, जो बहुत बड़ी कमी है, वहां बताया അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. वो कहते तो है पर करते नहीं। അതുകൊണ്ടാണ് ഈ നിയോഗം കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ഉപദേശിപ്പാൻ തക്കവണ്ണം അത് പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ഉപദേശിക്കണം, അത് പ്രായോഗികമാക്കി തീർക്കണം, ഉപദേശിച്ച് ശിഷ്യപ്പെടുത്തണം എന്ന് പറയുന്നു. इसलिए प्रभु कहता है इसको मानना और तब जाकर सिखाना। അപ്പോൾ വചനം നന്നായി അറിയാം, അത് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. इसका मतलब है कि वचन तो जानते हैं, अच्छे से सीखा है, उससे कोई फायदा नहीं। വചനം പറയാനുള്ള അധികാരം പ്രാപിക്കുന്നത് ജീവിതത്തിന്റെ പ്രാഗൽഭ്യത്തിലാണ്. वचन को सुनाने का जो सामर्थ्य है वो अपने कोई ना कोई कुशलता की वजह से होता है। മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അതിന് സമാനമായ ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയും. मत्ती के सुसमाचार 7वें अध्याय के 29वें कलम में उससे मिलता जुलता एक विचार हम देखते हैं। നമ്മുടെ കർത്താവിന്റെ ലാവണ്യ വാക്കുകൾ, ഉപദേശം കേട്ട അവർ പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. मसीह के बहुत ही उत्तम शब्दों को सुनकर उन्होंने जो समझ लिया या उन्होंने जो प्रतिक्रिया दिखाई उसका विवरण है। നമ്മുടെ കർത്താവിന്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു പോയി, ആശ്ചര്യപ്പെട്ടു പോയി. मसीह के या प्रभु के उपदेश को सुनकर भीड़ चकित हुई करके पढ़ता है। എന്താ കാരണം എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. क्या है कारण वहाँ पढ़ता है, അവിടെ പറയുകയാണ്, അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. वहाँ शास्त्रियों के समान नहीं परंतु अधिकारी के समान उनसे उपदेश करता था वो। അപ്പോൾ ഇവിടെ അധികാരം ചോർന്നു പോയത് എവിടെയാണെന്നുള്ളത് ഈ വാക്യത്തിൽ വളരെ വ്യക്തമാണ്. तो इस वचन से मालूम होता है कि उनका अधिकार कहाँ से निकल गया या वो नष्ट हुआ। അവർ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, वो कहते हैं और सिखाते हैं, പക്ഷെ ആരും വലിയ കാര്യത്തിൽ വില കൽപ്പിക്കുന്നില്ല. लेकिन उनके बातों को कोई मूल्य नहीं देता। കാരണം എന്താ? इसका कारण क्या है? അവരുടെ അധികാരം ചോർന്നു പോയി. क्योंकि उनका अधिकार जाता रहा। അവർ മോശയുടെ പീഠത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചില അധികാരങ്ങൾ അവർക്കുണ്ടായിരുന്നു. मूसा की गद्दी पर बैठे हैं इसलिए कुछ अधिकार है उनके पास, ऐसे
सोचते हैं, പക്ഷേ അവരുടെ അധികാരം ചോർന്നു പോയത് നമുക്ക് വലിയൊരു മുന്നറിയിപ്പായിട്ട് എഴുതി നൽകിയിരിക്കുകയാണ്. लेकिन उनका अधिकार जो नष्ट हो गया, ये हमारे लिए बहुत बड़ी चेतावनी है. അവരുടെ അധികാരം ചോർന്നു പോയത് എന്തുകൊണ്ടാണ്? उनका अधिकार कैसे नष्ट हुआ? അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നും പ്രവർത്തിക്കുന്നില്ല. केवल बोलते हैं, करते नहीं है. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അവർ പറയുന്നതൊക്കെ നിങ്ങൾ പ്രമാണിച്ചോളൂ, അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. इसलिए प्रभु कहता है कि वो जो कहते हैं वो कर लो, लेकिन जैसे करते हैं वैसे तुम नहीं करना. അപ്പൊ നമ്മുടെ കർത്താവിന്റെ അധികാരം എന്താണ്, ഉപദേശിക്കാനുള്ള അധികാരം എന്താണ് എന്നുള്ളത് ഈ വാക്യങ്ങളിൽ വളരെ വ്യക്തമാണ്. तो स्पष्ट होता है कि हमारे प्रभु का जो उपदेश देने का अधिकार क्या है. കർത്താവിന്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു പോയതിന്റെ കാരണം ഇവിടെ വ്യക്തമാണ്. प्रभु के उपदेश को सुनकर चकित होने का कारण वहां लिखा है. അവൻ പറയുകയും അത് അതുപോലെ ചെയ്യുകയും ചെയ്യുകയാണ്. ये वो कहता भी है और वैसा करता भी है. പ്രിയപ്പെട്ടവരെ, ശിഷ്യരാക്കുന്ന ആ വലിയ ദൗത്യം നാം ഏറ്റെടുക്കുമ്പോൾ കർത്താവ് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാനുള്ള ഒരുക്കമുള്ളവർക്ക് ഉപദേശിക്കാനുള്ള പ്രാഗൽഭ്യമുള്ളൂ. प्रभु ये चेला बनाने या बनने का जो काम देता है या इसमें लगता है, तो उसके बाद को मानने की भी बड़ी इच्छा के साथ ही वो किया जा सकता है. പൂർണ്ണമായി അത് പ്രായോഗിക തലത്തിൽ വന്നില്ലെങ്കിലും അതിനായുള്ള ആഗ്രഹവും താല്പര്യവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. यदि वो पूरी तरह से हम साध्य नहीं कर पाएंगे, फिर भी उसके लिए बहुत बड़ी इच्छा और कोशिश और प्रार्थना हमारे जीवन में हो. അപ്പൊ നമ്മുടെ കർത്താവ് ഉപദേശിച്ചത് അധികാരമുള്ള ഗുരുവായിട്ടാണ്. इसलिए हमारे प्रभु ने जो उपदेश दिया वो बड़े अधिकार के साथ दिया. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അധികാരത്തോടെ ഉപദേശിക്കത്തക്ക നിലയിൽ പ്രാഗൽഭ്യം സമ്പാദിക്കുവാൻ ഇടയായിത്തീരണം. इसलिए प्रियो, अधिकार के साथ बोलने लायक उस तरह का हमारा एक जीवन का नमूना भी बने. ഇത് നമ്മുടെ കുടുംബത്തിലും വളരെ പ്രായോഗിക പ്രസക്തമായ വിഷയമാണ്. ये हमारे पारिवारिक जीवन में भी बहुत महत्वपूर्ण है. അമ്മമാർ മക്കളെ ഉപദേശിക്കുമ്പോൾ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ അത് കണ്ടില്ല എന്ന് വന്നാൽ സ്വാഭാവികമായും മക്കൾ ചോദ്യം ചെയ്യപ്പെടും. यदि माता पिता या माँ बच्चे को सिखाती है, कोई बात समझाती है, और यदि वो खुद वो माने नहीं तो बच्चे पूछते हैं. അതുപോലെ തന്നെ ദൈവസഭയിലും ദൈവദാസന്മാർ ഉപദേശിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമായി കാണുന്നില്ലെങ്കിൽ अभी परिहास्य होगी। और वैसे ही यदि प्रभु के दास प्रभु के वचन कलीसिया में सिखाते हैं और अपने ही जीवन में नहीं लाते हैं तो फिर वो एक निंदा का विषय बन जाता है उनके लिए। എന്റെ പ്രിയ സഹോദരന്മാരെ, നാം പലപ്പോഴും ദൈവസഭയിൽ ഉപദേശിക്കുന്നവരാണ്, അല്ല വീടുകളിൽ നമ്മെ ഉപദേശിക്കാൻ കൽപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നവരാണ്। प्रभु ने कलीसिया में और घर में भी उसके वचन को उसके आज्ञाओं को पहुंचाने सिखाने के बहुत बड़े जिम्मेदारी के साथ हमें रखा है। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അധികാരമുള്ളവരായി തീരണമെങ്കിൽ, അധികാരത്തോടെ ഉപദേശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രാഗൽഭ്യം ഇവിടെ വളരെ പ്രസക്തമാണ്। इसलिए अधिकार के साथ यदि सिखाना है तो हमारे जीवन में भी उसको उसके लिए लायक होना जरूरी है। തിമോഥെയോസിന്റെ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, तिमोथेयुस की पत्री पहले तिमोथेयुस 3 के 13वें कलम में हम पढ़ते हैं, क्योंकि जो सेवक का काम अच्छी तरह से कर सकते हैं वे अपने लिए अच्छा पद और उस विश्वास में जो मसीह यीशु पर है बड़ा साहस प्राप्त करते हैं। അവിടെ വായിക്കുന്നത്, നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു। वो लोग बड़ा साहस प्राप्त करते हैं। പ്രിയപ്പെട്ടവരെ, നല്ല നില സമ്പാദിക്കണമെങ്കിൽ വലിയ വില കൊടുക്കാൻ ആവശ്യമുണ്ട്। यदि अच्छा पद प्राप्त करना चाहते हैं तो बहुत बड़ा कीमत भी चुकाना होगा। നമുക്ക് യേശുക്രിസ്തുവിൽ നല്ല നില സൂക്ഷിക്കാനായിട്ട് കഴിയണം। यीशु मसीह में अच्छा पद हम संभाल सके ये भी हमसे होना जरूरी है। അവർക്ക് നന്നായി ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയുള്ളൂ। केवल वैसे ही लोग अच्छी तरह से सेवा कर सकते हैं। ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, പറയുന്നതിനനുസരിച്ച് ജീവിക്കാത്ത ഒരാൾ പറയുമ്പോൾ, ഉപദേശിക്കുമ്പോൾ ഒരു പരിഹാസമായിട്ടല്ലേ തോന്നുക? क्या जो व्यक्ति अपने कहने के अनुसार नहीं अपने जीवन में नहीं लाता है तो वो व्यक्ति के बारे में क्या वो निंदाजनक बात नहीं बन जाती है? രണ്ട് നടക്കുമ്പോൾ അത് പുറകോട്ടാണ് നടക്കുന്നത്, മക്കളോട് മുമ്പോട്ട് നടക്കുന്നു പറഞ്ഞാൽ നടക്കുമോ? केकड़ा जो है वो सीधा नहीं चलता, वो अगर अपने बच्चे को कहेगा सीधा चल तो क्या वो बच्चे चलेंगे वैसा? പ്രിയപ്പെട്ടവരെ, അത് സാധ്യമല്ല। वो उससे संभव नहीं है। നന്നായി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ
നില സമ്പാദിക്കുവാൻ, വലിയ വില കൊടുത്ത് സമ്പാദിക്കുവാൻ ഇടയാക്കിയാണ്. यदि सेवा अच्छे से करना है तो उसके लिए वो साहस या उस पद के लिए बहुत मेहनत, बहुत कीमत चुकाना होगा. വിശ്വാസത്തിൽ നല്ല പ്രാഗൽഭ്യം സൂക്ഷിക്കുവാൻ കഴിയണം. और विश्वास में बड़ा साहस भी प्राप्त करना चाहिए उसे. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ लूका के सुसमाचार 14वें अध्याय में जब आते हैं, അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ 25वें कलम से पढ़ते हैं, അത് ശിശുത്വത്തിനെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്ന മനോഹരമായ പാഠങ്ങളാണ്. वहाँ चेहरे बनने के बारे में बहुत मूल्यवान तथ्य बताए गए हैं. അതിന്റെ 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. प्रभु जो कहता है उसका मेरा चेला नहीं हो सकता. 27-ാം വാക്യത്തിലും അത് ആവർത്തിക്കുന്നുണ്ട്, എന്റെ നല്ല ശിഷ്യനായിരിക്കാൻ കഴിയില്ല. 26 के अंत में और 27 के अंत में भी मेरा चेला नहीं हो सकता. 33-ാം വാക്യത്തിലും അത് ആവർത്തിക്കുന്നുണ്ട്, എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. 33वें कलम में भी लिखा है वो मेरा चेला नहीं हो सकता. എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ, ശിഷ്യപ്പെടുത്താനുള്ള വലിയ യോഗ്യതയെ കുറിച്ചാണ് കർത്താവിനെ രേഖപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. चेला बनने के लिए जो बड़ी योग्यता है उसके बारे में यहाँ लिखा है. പ്രിയപ്പെട്ടവരെ, ഈ വലിയ യോഗ്യത യോഗ്യനായ ഗുരുവിൽ നിന്നും സമ്പാദിക്കുവാൻ, നല്ല വില സൂക്ഷിക്കുവാൻ, വലിയ വില കൊടുക്കുവാൻ ഇടയായിത്തീരണം. ये जो योग्यता है वो प्राप्त करने के लिए और उस अच्छे पद को प्राप्त करने के लिए प्रभु से सीखना है, प्रभु से प्राप्त करना जरूरी है. നമുക്ക് ക്രിസ്തുവിൽ നല്ല നില ഉണ്ടാകണമെങ്കിൽ വലിയ വില കൊടുക്കണം. मसीह में यदि बहुत अच्छा पद चाहिए तो बड़ा कीमत भी चुकाना पड़ेगा. ലോകപ്രകാരം നോക്കിയാലും അങ്ങനെയല്ലേ? क्या संसार के अनुसार भी ऐसा नहीं है? നല്ല സാധനം വാങ്ങിക്കണമെങ്കിൽ വലിയ വില കൊടുക്കണം. अच्छा वस्तु लेना है, अच्छी वस्तु लेना है तो कीमत भी ज्यादा देना पड़ता है. ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം. यदि ऊंचे स्थान पर पहुंचना है तो बहुत कठिन परिश्रम भी करना होता അത് है. സ്വാഭാവികമായ ഒരു പ്രമാണമാണ്. ये तो स्वाभाविक नियम है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അധികാരമുള്ള ഉപദേശകനായി മാറണമെങ്കിൽ, നന്നായി ഉപദേശിക്കണമെങ്കിൽ, യോഗ്യനായ ഒരു ഗുരുവായി നമുക്ക് തീരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിന്റെ വലിയ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നല്ല വില കൊടുത്ത്, വലിയ വില കൊടുത്ത് ആ നില സൂക്ഷിക്കുവാനും കഴിയണം. यदि अच्छा उपदेशक, अच्छा गुरु अगर बनना है तो मसीह के नमूनों को हमारे जीवन में अपनाकर और बहुत बड़ा कीमत चुकाकर ही हम वहां पहुंच सकते हैं. രണ്ടാമതായി എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം, दूसरा विषय जो मैं सोच रहा था, ഉപദേശിക്കുന്നത് ലക്ഷ്യബോധമുള്ളവരായിട്ടായിരിക്കണം. उपदेश देना उसमें भी एक लक्ष्य होना जरूरी है. ഇവിടെ നാം വായിച്ച വാക്യത്തിൽ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. सिखाने लायक या उसको मानने लायक शिक्षण देना. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഉപദേശിച്ചാൽ പോരാ, कैसे भी सिखा दिया वैसे नहीं. പ്രമാണിക്കാൻ തക്കവണ്ണം, മനസ്സിലാക്കാൻ തക്കവണ്ണം, കേൾവിക്കാരുടെ വലിയ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ രക്ഷയെ കണക്കുകൂട്ടി വേണം ഈ വലിയ പ്രവൃത്തി ചെയ്യാനുള്ളതാണ് ദേവന്മാർ രേഖപ്പെടുത്തുന്നത്. सुनने वाले मान सके इस तरह से और उनके उद्धार को लक्ष्य में रखते हुए इस बड़े काम को करने के लिए प्रभु कहते हैं. തിമോഥെയോസിന്റെ 1-ാം ലേഖനം നോക്കുക, तिमोथेयुस की पहली पत्री उसके पहले അതിന്റെ 4-ാം അധ്യായം 4थे अध्याय को അതിന്റെ 12-ാമത്തെ വാക്യം. ആ 16-ാമത്തെ വാക്യം, എന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക, അങ്ങനെ ചെയ്താൽ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. पहले तिमोथेयुस 4:16 अपने और अपने उपदेश की चौकसी कर इन बातों पर स्थिर रह, क्योंकि यदि ऐसा करता रहेगा तो तू अपने और अपने सुनने वालों के लिए भी उद्धार का कारण होगा. പ്രിയപ്പെട്ടവരെ, ഈ ഉപദേശിക്കുന്നതിലൂടെ സാധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. उपदेश के द्वारा जो होना चाहिए वैसे 2 प्रधान बातों को यहाँ लिखा गया है. ഒന്ന്, നിനക്ക് രക്ഷയുണ്ടാകണം. एक तो तेरा उद्धार होना जरूरी है നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കാൻ മതിയായതായിരിക്കും. और जो तेरे संदेश को सुनेंगे वो लोग भी उद्धार पाए वैसा तेरा संदेश होना चाहिए. നമുക്ക് ത്രികാല രക്ഷയെ കുറിച്ച് അറിയാവുന്നതാണല്ലോ. हम जानते हैं हमारा उद्धार का जो कार्य है वो उसमें 3 हिस्से हैं या भाग है. നാം നിത്യനരകത്തിൽ നിന്നും നാം രക്ഷിക്കപ്പെട്ടവരാണ്. हम अनंत विनाश या नरक से बच गए हैं നാം അനുദിന ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. और हमारे दैनिक जीवन में हम उद्धार पाते जा रहे हैं നാം രക്ഷിക്കപ്പെടാൻ പോകുന്നവരാണ്. और हमारा
तभी होगा। അത് മനസ്സിലാകുന്ന നിലയിൽ ഒന്നുകൂടെ ലളിതമായി ഞാൻ പറയാം. मैं उसको और सरल रीति से ताकि आप समझ सके वैसे बताता हूँ. പാപത്തിന്റെ ശിക്ഷയായ നിത്യമായ നരകത്തിൽ നിന്നും നാം രക്ഷിക്കപ്പെട്ടു. पाप का जो दंड है अनंत नरक से हमारा छुटकारा या उद्धार हो चुका है. അനുദിന ജീവിതത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നും നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം, വിടുതൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. और दैनिक जीवन में पाप के सामर्थ्य से या पाप जो हम पर शक्ति दिखाता है उससे एक छुटकारा या उद्धार को हर दिन अनुभव करना जरूरी है. ഒടുവിൽ നാം പാപത്തിന് സാന്നിധ്യമില്ലാത്ത കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം പൂർണ്ണമായും രക്ഷിക്കപ്പെടും പോകുകയാണ്. और जहाँ पाप की उपस्थिति नहीं होगी वैसे परमेश्वर के या प्रभु के स्थान या वहाँ उस उपस्थिति में पहुंच जाएंगे और हमारा उद्धार उस तरह से पूरा होगा. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ചാണ്. यहाँ ये दूसरा जो बात है उसका जिक्र किया गया है. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കണം. इसलिए लिखा है कि तू अपने और अपने उपदेश की चौकसी रख. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും രക്ഷിക്കും, നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. यदि तू ऐसा करेगा तो तू अपने आप को और अपने सुनने वालों के लिए उद्धार का कारण बनेगा. അപ്പോൾ വചനം കേൾക്കുന്ന ആളുകളിൽ പരിവർത്തനം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് കാരണക്കാരാണ്. तो यदि सुनने वालों में परिवर्तन नहीं होता तो कारण किसका है? അതിൽ ഒരു കാരണം പ്രസംഗിക്കുന്ന ആൾ തന്നെയാണ്. तो एक कारण तो सुनाने वाले की ओर से है. കാരണം അതിന് മുമ്പ് മുകളിലേക്കുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇതിന് ഉറച്ചു നിൽക്കുക, അങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കുമെന്നാണ്. तो उन शब्दों पे ध्यान देते हैं तो इन बातों पर स्थिर रह, क्योंकि यदि ऐसा करता रहेगा तो मतलब उसमें ये सब बातें आ जाती है. അപ്പോൾ ഉപദേശിക്കുന്നതിലൂടെ എന്റെ ലക്ഷ്യം എന്നുള്ളത് ഞാൻ ശുദ്ധീകരിക്കപ്പെടണം എന്ന് മാത്രമല്ല, എന്റെ വചനം കേൾക്കുന്നവരെയും രക്ഷിക്കുവാൻ അവരും ശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയായി തീരണമെങ്കിൽ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകണം. तो केवल मैं ही नहीं लेकिन मेरे सुनने वाले यदि उनका भी उद्धार होना है तो ऊपर जो बातें कही गई है वो भी इसमें कार्य में आना जरूरी है. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ശിഷ്യരാക്കുവാൻ ഒരുക്കമുള്ള ആ പക്വതയിലേക്ക് വന്നവർ നമ്മെ തന്നെ വിനയപ്പെടുത്തുവാനും താഴ്ത്തുവാനും ഇടയാകേണ്ടതിന്റെ ആവശ്യകതയാണ് ദൈവാത്മാവിടെ രേഖപ്പെടുത്തുന്നത്. तो यदि हमें दूसरों को चेले बनाना है तो ऐसे लोगों को अपने आप को नम्र और उसके अधीन कर देना, प्रभु के अधीन करना, इन बातों को हम यहाँ ऊपर की बातों में पढ़ते हैं. നാം ശിഷ്യത്വപ്പെടുത്തുന്ന ആളുകളിൽ രൂപാന്തരം സംഭവിക്കുന്നുണ്ടോ? क्या जिसको हम चेला बनाते हैं उसमें कोई परिवर्तन आ रहा है? അവർ ആത്മീയമായി വളരുന്നുണ്ടോ? क्या वो आत्मिक उन्नति पा रहे हैं? അവർ കർത്താവിന് ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരാനുള്ള ആ സാധ്യത പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? क्या उनको मसीह जो सिर है वहां तक पहुंचने के लिए जो कुछ भी है वो सबको उसका लाभ ले रहे हैं कि नहीं? അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. यदि वैसा हो नहीं रहा है तो उसका एक कारण तो हम खुद है. എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത് എന്ന് നമുക്കിവിടെ നോക്കാൻ കഴിയുന്നതാണ്. क्या क्या यहाँ बातें लिखी गई है कि ऊपर हम पौलुस के शब्दों को पढ़ते हैं. പൗലോസ് തിമോഥെയോസിന്റെ ഒരു ഗുരുവായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. पौलुस खुद भी तिमोथियुस का गुरु है. കാരണം പൗലോസ് ശിഷ്യത്വപ്പെടുത്തിയ ആളാണ് തിമോഥെയോസ്. पौलुस ने तिमोथियुस को अपना चेला बनाया करके हम पढ़ते हैं. ആ ശിഷ്യത്വത്തിന്റെ പാതയിൽ നന്നായി പ്രയോജനപ്പെടുത്തിയ ഒരു ഭക്തനായ മനുഷ്യനായിട്ടാണ്, ശിഷ്യനായിട്ടാണ് തിമോഥെയോസിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. और इस चेला बनने के मार्ग को अच्छे से इस्तेमाल करने वाले व्यक्ति या एक भक्त के रूप में हम तिमोथियुस को देखते हैं. അതുകൊണ്ട് പൗലോസ് തന്റെ ശിഷ്യനായ തിമോഥെയോസിന് അവസാനമായി ലേഖനം എഴുതുന്ന ലേഖനമാണല്ലോ ഈ തിമോഥെയോസിന്റെ ലേഖനം നാം വായിക്കുന്നത്. इसलिए पौलुस अपने आखिरी पत्री के रूप में तिमोथियुस को इन पत्रियों को लिखता है. അതുകൊണ്ട് തിമോഥെയോസിനോട് പറയുകയാണ്, 12ാം വാക്യം നോക്കുക, അവിടെ പറയും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. इसलिए वो 4:12 में कहता है कोई तेरी जवानी को तुच्छ न समझने पाए. തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ലളിതമായ മലയാള ഭാഷ എന്ന് പറയുന്നത് നിസ്സാരമാക്കി കളയരുത്. कुछ कोई तेरी जवानी को तुच्छ न समझने पाए मतलब उसको एकदम मामूली बात नहीं मत होने दे, ऐसा है. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ യൗവനം തുച്ഛീകരിക്കപ്പെടരുത്, നിസ്സാരമാക്കി കളയരുത്. इसलिए मेरे सुनने वाले युवा लोगों से कहता हूँ
कि तुम अपनी जवानी आप अपनी जवानी को तुच्छ या मामूली सोचकर न छोड़ दे। നിങ്ങൾക്ക് നന്നായി പ്രസംഗിക്കാൻ നന്നായി ഉപദേശിക്കാനുള്ള പ്രാഗൽഭ്യം ലഭിക്കേണ്ടതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ യൗവനം നിസ്സാരമാക്കി കളയാൻ ആരും നിങ്ങളെ തുച്ഛീകരിക്കാൻ ഇടയാകാതെ വണ്ണം നല്ല പ്രാഗൽഭ്യമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. आपको यदि वचन सुनाना है, दूसरों को सिखाना है, तो उसका साहस जो करना है वो तो आपके जीवन में इस तरह से यदि आपकी जवानी को तुच्छ होने नहीं देंगे तब होगा, या उसको मामूली नहीं होने देंगे तब होगा। എന്നിട്ട് എന്തിനൊക്കെ നീ നിസാരമാക്കപ്പെടരുത്, എന്തിനൊക്കെ നീ മാതൃകയായിരിക്കണം എന്നുള്ളതാണ് അടുത്ത വാചകം പറയുന്നത്. ഓരോ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. किन किन बातों में तुच्छ नहीं समझने के लिए हमारे जीवन को देना या जवानी को देना है करके उन बातों का एक एक शब्द ले लेकर उल्लेख करना बहुत जरूरी है। പ്രിയപ്പെട്ടവരാണ് വായിക്കുന്നത്, നിന്റെ വാക്കിൽ നീ തുച്ഛീകരിക്കപ്പെടരുത്. कहते हैं कि तेरा वचन जो है उसमें तू तुच्छ न समझा जाए, നീ നടപ്പിൽ തുച്ഛീകരിക്കപ്പെടരുത്, तेरा चाल चलन तुच्छ न समझा जाए, സ്നേഹത്തിൽ തുച്ഛീകരിക്കപ്പെടരുത്, प्रेम के मामले में भी तू तुच्छ न समझा जाए, വിശ്വാസത്തിലും നിർമ്മലതയിലും നീ തുച്ഛീകരിക്കപ്പെടരുത്. विश्वास और पवित्रता के विषय में भी तू तुच्छ न जाना जाए। എന്നിട്ട് പറയുകയാണ് നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. और लिखा है तू विश्वासियों के लिए आदर्श बन जा। പ്രിയപ്പെട്ടവരെ, ഈ വലിയ പ്രാഗൽഭ്യമാണ് ജീവിതം കൊണ്ട് സമ്പാദിക്കുവാൻ ഇടയാകേണ്ടത്. ये साहस हमारे जीवन से कमाने की जरूरत है, എന്നാലേ നിങ്ങൾക്ക് അടുത്ത തലമുറയെ ഉപദേശിക്കാനായിട്ട് കഴിയുള്ളൂ. तभी तो हम दूसरे पीढ़ी को, आने वाली पीढ़ी को सिखा पाएंगे। മാത്രമല്ല നിങ്ങളുടെ ഉപദേശം കൊണ്ട് അനേകരെ രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. और आपके उपदेश देने से बहुतों का उद्धार इसी तरह से होगा। അതിന് എന്ത് ചെയ്യണമെന്ന് തിമോഥെയോസിനോട് പറയുന്നുണ്ട്. അതാണ് അടുത്ത വാക്യം. और തിമോഥെയോस को यही बात बोलकर अगले कलम में बताया गया है। തിമോഥെയോസിനോട് പറയുകയാണ്, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശനം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. 13वें कलम में जब तक मैं ना आऊं तब तक पढ़ने और उपदेश देने और सिखाने में लवलीन रहे। 15ാം വാക്യത്തിൽ ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. और 15वें कलम में इस पर अपना ध्यान लगाए रहना। നിന്നെ തന്നെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. तू अपनी और अपने उपदेश की चौकसी रख, ഇതിൽ ഉറച്ചു നിൽക്കുക. इसमें स्थिर रह। അങ്ങനെ ചെയ്താൽ यदि तू ऐसा करेगा നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. तो तू अपने और अपने सुनने वालों के लिए भी उद्धार का कारण बनेगा। ഇല്ലെങ്കിലോ यदि ऐसा नहीं है, ഉപദേശിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, केवल आप उपदेश देंगे, പ്രസംഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, केवल आप भाषण देंगे, യാതൊരു പരിവർത്തനം ആരിലും ഉണ്ടാക്കാൻ കഴിയില്ല. किसी भी सुनने वालों में कोई परिवर्तन नहीं ला पाएंगे आप। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ ലക്ഷ്യബോധമുള്ളവരായി തീരാം. इसलिए प्रियो बहुत बड़े लक्ष्य का बोध रखने वाले बने हम। നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് കർത്താവിനെ പോലെ ആകുക എന്നുള്ളതാണ്. हमारा लक्ष्य क्या है? मसीह के जैसे बन जाना। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകിയിരിക്കുന്ന ഈ ബാല്യവും യൗവനവും തുച്ഛീകരിക്കപ്പെടാതെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും സൂക്ഷ്മതയോടെ ആയിരിക്കാൻ ദൈവം നമുക്ക് ധാരാളം കൃപ നൽകട്ടെ. इसलिए प्रभु कहे कि हमारी जो जवानी है, बचपना है, ये सबको कुछ नहीं जानकर प्रभु के लिए योग्य बन सके हम। മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, तीसरी बात जो मैं कहना चाहता हूँ, പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ ये बात हमारे जीवन में लागू कर सकते हैं, उस तरह से सिखाना। മനസ്സിലാകുന്ന ഭാഷയിൽ അത് കേൾക്കുന്നവർക്ക് ഗ്രഹിക്കത്തക്ക നിലയിൽ ഉപദേശിക്കണം. सरल शब्दों में सुनने वालों को समझ में आए उस तरह से उनको सिखाना। ആർക്കും മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? किसी को समझ में नहीं आएगा ऐसे कुछ शब्दों को यदि इस्तेमाल किया जाए तो क्या लाभ होगा? ഉപദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് ഉപദേശിക്കാമെന്ന് തീരുമാനിച്ചത് എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. बस उपदेश देना, इसलिए आप सबको इकट्ठा किया, कुछ भी सुना दिया, उससे क्या लाभ होगा? നമ്മുടെ കർത്താവിന് നല്ലൊരു മാതൃകയാണ്. हमारा मसीह खुद इसके लिए अच्छा नमूना है। ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ लूका के सुसमाचार 4 अध्याय के 22 तरफ सबने उसे सराहा और जो अनुग्रह की बातें उसके मुंह से निकलती थी उनसे अचंभित हुए और कहने लगे, क्या ये यूसुफ का पुत्र नहीं? അവന്റെ വായിൽ നിന്നുള്ള വാക്കുകൾ ലാവണ്യ വാക്കുകളായി പുറപ്പെട്ടു. और उसके जो मुंह से जो शब्द निकलते थे वो बहुत अनुग्रहपूर्ण थे.
യോഹന്നാന്റെ സുവിശേഷം 7:46 നാം വായിക്കുന്നത് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. यूहन्ना के सुसमाचार में कुछ लोग आकर कहते हैं कि जैसे इस मनुष्य ने कहा ऐसे किसी ने कभी नहीं कहा. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം 3:2 വലിയൊരു ഉപദേഷ്ടാവ് കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇവൻ സ്വർഗത്തിൽ നിന്നും ഒരു ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്നാണ്. यूहन्ना के सुसमाचार 3 अध्याय में उसके दूसरे कलम में एक बहुत बड़ा शिक्षक आकर मसीह के बारे में कहता है ये स्वर्ग से आया हुआ बहुत बड़ा एक उपदेशक है. നിക്കോദീമോസിന്റെ ആ ചരിത്രം നമുക്ക് അറിയാവുന്നതാണല്ലോ. आप निकोदेमोस के इतिहास को जानते हैं. നിക്കോദീമോസ് പരീശന്മാരിൽ പ്രമാണിയായിരുന്നു. वो फरीसियों का एक बहुत बड़ा गुरु था या उनके अंदर प्रधान था वो. എന്ന് പറഞ്ഞാൽ നാം ആദ്യം ചിന്തിച്ചതുപോലെ ശാസ്ത്രിമാരും പരീശന്മാരുമാണ് അവരുടെ ഇടയിൽ മോശയുടെ പീഠത്തിൽ ഇരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. मैंने जैसे पहले कहा फरीसी और शास्त्री मूसा की गद्दी पर बैठकर शिक्षण देते थे. അവരിൽ പ്രധാനിയായിരുന്ന നിക്കോദീമോസ് ആണ് കർത്താവിനോട് പറയുന്നത്. उन सब में जो प्रधान था वो निकोदेमोस ने मूसा मसीह के बारे में कहा. എനിക്കൊരു കാര്യം അറിയാം, ഈ ദൈവത്തിന്റെ ഇടയിൽ നിന്നും ഉപദേഷ്ടാവായി വന്നിരിക്കുമെന്ന് ഞാൻ അറിയുന്നു. मैं एक बात जानता हूँ तो ऐसा है जो स्वर्ग से हमारे बीच में उपदेशक के रूप में पहुंचा है. നിക്കോദീമോസിന് ചില കാര്യങ്ങൾ കർത്താവിനെ കുറിച്ച് അറിയാമായിരുന്നു. निकोदेमोस मसीह के बारे में कुछ बातों को जानता था. പക്ഷെ അറിയേണ്ടത് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. लेकिन सच्चाई ये है कि जो जानना था वो उसे नहीं मालूम. നിക്കോദീമോസ് പറയുന്നുണ്ട് ഈ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനെന്നും ദൈവത്തിൽ നിന്ന് അടുക്കൽ നിന്ന് വരാത്ത ഒരാൾക്ക് ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ കഴിയുകയില്ലെന്നും നീ ഒരു ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നവനെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. निकोदेमोस कहता है कि तू प्रभु के पास से परमेश्वर से की ओर से आया है और यदि वैसा नहीं होता तो ये अद्भुत काम तो तेरे द्वारा होता ही नहीं. ये सब बातों को मानता और कहता है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉപദേശിച്ചത് ഏവർക്കും മനസ്സിലാകത്തക്ക നിലയിൽ ലളിതമായ നിലയിൽ പ്രമാണിപ്പാൻ തക്കവണ്ണം അവർ ഉപദേശിക്കുകയായിരുന്നു. तो प्रियो मसीह जो बातों को बताता था सरल शब्दों में और मानने लायक रूप से उसको उनके सामने वो पेश करता था. പ്രിയപ്പെട്ടവരെ, മനസ്സിലാകത്തക്ക നിലയിൽ ദൈവവചനം പ്രസംഗിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഉപദേശിച്ച് ശിക്ഷപ്പെടുത്തുന്നവർക്ക് ദൈവം വരമേൽപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. प्यारों, सुनने वालों को समझ में आए इस तरह से शिक्षण देने की बहुत बड़ी जिम्मेदारी चेले बनाने वालों को भी दिया गया है. നമ്മുടെ കർത്താവിന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, അവൻ അപ്പൻ മക്കളെ ഉപദേശിക്കുന്നത് പോലെ ഉപദേശിച്ചു എന്ന് പറയുന്ന ഒരു വാചകം നാം ദൈവവചനത്തിൽ കാണുന്നുണ്ട്. 2 पहले थेस्सलोनिकी 2 अध्याय के 12वें कलम में ഞങ്ങൾ നിങ്ങൾ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 11वें कलम में तुम जानते हो कि जैसा पिता अपने बालकों के साथ व्यवहार करता है वैसे ही हम भी तुम में से हर एक को उपदेश करते और शांति देते और समझाते थे. അപ്പോൾ എങ്ങനെ ഉപദേശിച്ചു, എങ്ങനെ ഉപദേശിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രമാണം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. यहाँ स्पष्ट नियम बताया गया है कैसे उपदेश देना चाहिए और कैसे इन्होंने उपदेश दिया. ഒരു അപ്പൻ മകനെ എങ്ങനെ ഉപദേശിക്കുന്നുവോ അതുപോലെ ഉപദേശിക്കണം. जैसे पिता अपने बालकों को सिखाता या शिक्षण देता है, उपदेश देता है, वैसा ही ആ മകന്റെ നന്മയെ കരുതി അവർ ഉപദേശിക്കണം. उस बेटे या संतानों के भलाई को दृष्टि में रखकर करना है. അതാണ് ഒരു ലക്ഷ്യബോധമുള്ള ഒരു ഉപദേശകന്റെ ഗുരുവിന്റെ യോഗ്യത ആയി നാം കാണുന്നത്. यही एक अच्छे उपदेशक का जो लक्ष्य का बोध है. മാത്രമല്ല അധികാരമുള്ളവരായി ഉപദേശിക്കണം. और अधिकार वाले उपदेशक होना है. പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയ ഉന്നതമായ പ്രമാണമാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഉപദേശിക്കാൻ എന്നുള്ള വാക്യത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. कितना श्रेष्ठ एक बात यहाँ मैंने जो तुम्हें आज्ञा दी है उन बातों को मानना सिखाओ इन शब्दों में शामिल है. മാത്രമല്ല ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. एक और बात जोड़कर मैं समाप्त करूं. എല്ലാം ഉപദേശിക്കുന്ന ഒരു ഗുരുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. सब कुछ सिखाने वाले एक गुरु को हम जानते हैं. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ के सुसमाचार 17 अध्याय के 7 और 8वें कलमों को पढ़ते हैं. നമ്മുടെ കർത്താവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടാണ് 17-ാം അധ്യായത്തെ നാം കാണുന്നത്. हमारे प्रभु यीशु मसीह के उस महायाजकीय प्रार्थना को 17वें अध्याय में हम देखते हैं. അവിടെ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം ഉപദേശിക്കുന്ന ഒരു ഗുരുവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. कुछ भी छिपाकर नहीं रखा लेकिन सब कुछ बताने वाले एक गुरु को हम वहां देखते हैं. അവിടെ വായിക്കുന്നത് പിതാവിനോട് പറയുകയാണ്, നീ എനിക്ക് തന്നതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തു.
वो पिता से कहता है कि तूने जो कुछ मुझे बताया वो सब या दिया है वो सब मैंने इनको बता दिया है। അപ്പോൾ പിതാവിൽ നിന്നും പ്രാപിച്ചത് ഒന്നും മറച്ചു വെക്കാതെ എന്തെല്ലാം അറിയിക്കണമോ അതെല്ലാം അറിയിക്കുന്ന ഒരു ഗുരുനാഥനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. तो वहाँ एक ऐसे गुरु को देखते हैं कि जिसको जो कुछ बताना है सब बताने वाला एक व्यक्ति है। എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്. वहाँ मुझे चकित करने वाला एक बात है, ശിഷ്യന്മാർ പോയി കല്യാണത്തിന് അവിടെ ഇരിക്കണമെന്ന് പോലും ഇവരെ ഉപദേശിച്ചിരുന്നു. और उनको बताया कि चेलों को बताया कि तुम जब कोई ब्याह में जाओगे तो कहाँ जाकर बैठना चाहिए। ഈ ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം കണ്ടതുപോലെ ശിഷ്യന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതയെ കുറിച്ചാണല്ലോ പറയുന്നത്. लूका रचित सुसमाचार 14वें अध्याय में चेलों को जो योग्यता है उसके बारे में लिखा है। അതിന്റെ 8ാം വാക്യം നോക്കുക. उसके 8वें कलम को देखते हैं। അവിടെ കല്യാണത്തിന് പോയി എവിടെ ഇരിക്കണമെന്ന് പോലും അവരോട് പറഞ്ഞിട്ടുണ്ട്. उनको बताया गया कि ब्याह के समारोह में जाएंगे तो कहाँ जाकर बैठना है। ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത്, പക്ഷേ നിന്നിലും മാനമേറിയവരെ അവൻ വിളിച്ചിരിക്കാം. താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, വായിച്ചാൽ മതി. लूका रचित सुसमाचार 14वें अध्याय के 7 और 8 में जब उसने देखा कि आमंत्रित लोग कैसे मुख्य मुख्य जगह चुन लेते हैं तो एक दृष्टांत देकर उनसे कहा, जब कोई तुम्हें विवाह में बुलाए तो मुख्य जगह में न बैठना, कहीं ऐसा न हो कि उसने तुझसे भी किसी बड़े को न्योता दिया हो। അതിന്റെ 11ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. 11वें कलम में वो कहते हैं, जो कोई अपने आप को बड़ा बनाएगा वो छोटा किया जाएगा, और जो कोई अपने आप को छोटा बनाएगा वो बड़ा किया जाएगा। പ്രിയപ്പെട്ടവരെ, ഇത്ര നല്ലൊരു ഗുരുനാഥനെ അനുഗമിക്കാൻ കഴിയുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. इतने अच्छे भले एक स्वामी या गुरु को अनुकरण करना कितने धन्य बात है। എന്തോ ഒരു വലിയ പ്രമാണമാണ് അവിടെ പറയുന്നത്. कितना बड़ा एक नियम महाप्रभु ने बता दिया। അവിടെ തന്നെ താൻ താഴ്ത്തുന്നതിന്റെ മനോഹാരിത ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. पवित्र आत्मा हमें अपने आप को नम्र करने या दीन करने में जो सुंदरता है उसका विवरण करता है। തന്നെ താൻ ഉയർത്തുന്നവന്റെ ഗതി എന്താകും എന്നുള്ള രേഖപ്പെടുത്തുന്നുണ്ട്. वहाँ बताया गया है, जो अपने आप को बड़ा बनाएगा उसकी अवस्था क्या होगी। അത് നാം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രമാണമാണ്. ये हमारे जीवन में मानने के लिए या पालने वाली मानने के लिए बहुत बड़ी आज्ञा है। അപ്പോൾ തന്നെ ഉപമയിലൂടെ അവർക്ക് മനസ്സിലാകുന്നതായി നിങ്ങൾ കല്യാണത്തിന് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ എവിടെ ഇരിക്കണം എന്ന് പോലും അവരെ ഉപദേശിക്കുകയാണ്. तो एक दृष्टांत के रूप में बताकर प्रभु बताता है कि यदि ब्याह के समारोह में बुलाए तो भी वहां भी तुमको कैसे बैठना है। പ്രിയപ്പെട്ടവരെ, എല്ലാം ഉപദേശിച്ചു നൽകുന്ന ഈ ഗുരുവിന്റെ സന്നിധിയിലാണ് നാം എത്തിയിരിക്കുന്നത്. सब कुछ समझाकर या उपदेश देने वाले एक गुरु के उपस्थिति में आए हैं। അതുകൊണ്ടല്ലേ നാം വായിക്കുന്നത്, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം ഈ തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. इसलिए जीवन और भक्ति के लिए जो कुछ जरूरी है वो सब बातें इस प्रभु के वचन में दिए गए हैं। മാത്രമല്ല, ഈ കർത്താവിന്റെ അനുഗമിച്ച അനുകാരിയായി തീർന്ന അപ്പോസ്തലനായ പൗലോസിലും ഈ മനോഹരമായ മാതൃക നമുക്ക് കാണാനായിട്ട് കഴിയും. प्रेरित पौलुस में भी इस अच्छे गुरु के अनुयायी के रूप में या चेले के रूप में जो उसने किया वो सबका हम उसके जीवन में देखते हैं। പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ प्रेरितों के काम 20वें अध्याय के 20वें कलम में जब आते हैं, എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് അവരോട് സംസാരിക്കുന്ന കാര്യമാണ് ആ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. वो एफेसुस से जो प्राचीन लोग आए थे उनको जो उपदेश दिया गया उसका हम वर्णन पढ़ते हैं। അവരുടെ ഇടയിൽ അപ്പോസ്തലനായ പൗലോസ് ആയിരുന്നപ്പോൾ എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. जब प्रेरित पौलुस उनके बीच में रहा करता था वो कैसे उनके बीच में चला करता था वैसे वहाँ लिखा है। അവിടെ വായിക്കുന്നത്, ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായി വീടുതോറും ഉപദേശിച്ചു പോന്നു. जो बातें तुम्हारे लाभ की थी उनको बताने और लोगों के सामने और घर घर सिखाने से कभी न झिझका। എന്താ ആ വാക്കിന്റെ അർത്ഥം? इसका मतलब क्या है? എങ്ങനെ മറ്റുള്ളവരെ ഉപദേശിക്കണം എന്നുള്ളത് അവിടെ പ്രസക്തമല്ലേ? क्या वहाँ स्पष्ट नहीं कि हमको दूसरों को कैसे उपदेश देना चाहिए? എന്തെല്ലാം ഉപദേശിക്കണം എന്നുള്ളതും അവിടെ പ്രസക്തമല്ലേ? क्या क्या सिखाना है वो भी क्या वहाँ बताया नहीं है? എങ്ങനെ ഉപദേശിക്കണം എന്നുള്ളതും അവിടെ പ്രസക്തമല്ലേ? कैसे बताना है वो तो है ही। വീടുതോറും പോയി
പറയേണ്ടത് വ്യക്തിപരമായി ഉപദേശിക്കേണ്ടത് അങ്ങനെ ഉപദേശിക്കണം. जो व्यक्तिगत रूप से या फिर घर पर जाकर बताना है उसको उस तरह से, പരസ്യമായി ഉപദേശിക്കേണ്ടത് പരസ്യമായി और ഉപദേശിക്കണം. सामूहिक तौर से जो बताना है उसको उस तरह से बताना है। വീട്ടിൽ പോയി വ്യക്തിപരമായി സംസാരിക്കേണ്ടതിന് പരസ്യമാക്കുന്നത് ഒരു നല്ല ഉപദേശകന്റെ ലക്ഷണമല്ല. यदि जो घर में या व्यक्तिगत तौर से किसी को बताना है वो बात को सामूहिक तौर से यदि वो उपदेश बताने को लगे तो वो सही व्यक्ति नहीं है। എന്നാൽ വ്യക്തമായും കൃത്യമായും സഭയെ അറിയിക്കേണ്ടുന്ന കാര്യം ഒളിച്ചു വെക്കുന്നതും ദൈവിക പ്രമാണമല്ല. और जो बात कलीसिया को स्पष्ट रूप से या सामूहिक तौर से समझना है, सुनना है, उसको गुप्त रखना भी एक अच्छे उपदेशक का चीज नहीं है। ദൈവാത്മാവ് നൽകുന്നതെല്ലാം പറയത്തക്കവണ്ണമുള്ള ആ വലിയ ഉത്തരവാദിത്വമാണ് ഒരു ശിഷ്യനാക്കാനുള്ള ആളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. तो पवित्र आत्मा जो कुछ भी बताना चाहते हैं वो सबको प्रकट करने वाले एक अच्छे उस व्यक्ति को होना चाहिए जो चेला बनाता है। നാം പിന്നീട് ഈ വേദഭാഗം ചിന്തിക്കുമെങ്കിലും ഒരു വേദഭാഗം കൂടി വായിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കാം. एक और वचन पढ़कर हमारे स्मरण को यहाँ रोकेंगे। തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. दूसरे तिमोथेयुस की पत्री 2 अध्याय का 2 पद। അവിടെ നാം വായിക്കുന്നത്, എന്റെ മകനെ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ വരവേൽപ്പിക്കാം. जो बातें तूने बहुत से गवाहों के सामने मुझसे सुनी है उन्हें विश्वासी मनुष्यों को सौंप दे जो दूसरों को भी सिखाने की योग्य हो। ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, यहाँ प्रेरित पौलुस तीमुथियुस से कुछ बातें बोलता है। നീ എങ്ങനെ ഉപദേശിക്കണം, तुझे कैसे उपदेश देना है, മാത്രമല്ല ആരോടാണ് ഈ വലിയ വിലപ്പെട്ട ഉപദേശം കൈമാറേണ്ടത്, किसको ये बहुत बड़ा उपदेश सौंपना है, किसके हाथ में। മാത്രമല്ല നീ കേട്ടതെല്ലാം മറ്റുള്ളവരോട് ഉപദേശിക്കാൻ സമർത്ഥരായവരെ ഏൽപ്പിക്കണം. और जो कुछ सिखाया गया है वो दूसरों को भी सिखाने के योग्य या उस तरह से काबिल लोगों को इन बातों को सिखाना। ആ കേട്ടതെല്ലാം എന്നുള്ളത് അടിവരയിടേണ്ടതാണ്. जो कुछ भी सुना है इस बात को हमें उसके नीचे रेखा डालना जरूरी है। നാം പിന്നീട് കണ്ടറിയുന്ന ഭാഗങ്ങളും നാം വായിക്കുന്നു. തിമോഥെയോസ് കണ്ടറിഞ്ഞ ചില കാര്യങ്ങളും നാം കാണുന്നുണ്ട്. और जो बातें देखी है ऐसा भी तीमुथियुस को लिखा है, वो भी बात हम देखेंगे। അപ്പോൾ ശിഷ്യനായ ഈ തിമോഥെയോസിന് ഗുരുവിൽ നിന്നും അല്ലെങ്കിൽ പൗലോസിൽ നിന്നും ചിലത് കേൾക്കാൻ, ചിലത് കണ്ടറിയുവാൻ, കേട്ടതെല്ലാം അടുത്ത ആളുകളോട് പറയാനുള്ള വലിയ ദൗത്യം ദൈവാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. पौलुस से जो अच्छा एक गुरु है उससे तीमुथियुस ये सब सीखना या देखना और जो बातें सुनना है ये सब सुनकर दूसरों को पहुंचाना, ये उत्तरदायित्व या ये जिम्मेदारी पवित्र आत्मा ने वहां बताया है। ഇവിടെ 4 തലമുറകളെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. कुछ 4 पीढ़ियों को सामने देखकर इन वचनों को बताया गया है। അത് ശിഷ്യത്വ പരിശീലനം എന്നുള്ള നിലയിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. जो शिष्य बनाने का जो ट्रेनिंग है उसके अंदर इन बातों को शामिल करके सीखेंगे। പ്രിയപ്പെട്ടവരെ, ഉപദേശിച്ച് ശിഷ്യരാക്കാനുള്ള വലിയ നിയോഗം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. उपदेश देकर या सिखाकर चेले बनाने का बहुत बड़ा उत्तरदायित्व दिया गया है। പ്രമാണിച്ച് നല്ല ശിഷ്യരായവരാണ് ഉപദേശിച്ച് ശിഷ്യരാക്കേണ്ടത്. जो मानकर चेले बने हैं वही लोग अच्छे चेले बना सकेंगे। എങ്ങനെ ഉപദേശിക്കണം എന്നുള്ളതാണ് നാം ചിന്തിക്കാനിടയായിട്ടുള്ളത്. कैसे उपदेश देना ये हमने विचार किया है। അതിൽ നമ്മൾ എല്ലാവരെയും പങ്കുകാരാക്കി തീർത്തിട്ടുണ്ട് എന്ന് നാം ചിന്തിച്ചു. इन सभी बातों में हम सभी को प्रभु ने शामिल किया है, ये भी हमने देखा। നാം ഉപദേശിക്കുന്നത് അധികാരത്തോടു കൂടി ആയിരിക്കണം. हमें एक अधिकार है जिसके द्वारा हमें उपदेश देना है। ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ചോർന്നുപോയ അധികാരം നമുക്ക് കാണാൻ കഴിഞ്ഞു. हमने देखा जो फरीसी और शास्त्री लोग थे उनका अधिकार किस तरह से नष्ट हो चुका था। അതുകൊണ്ട് നമ്മുടെ അധികാരം നഷ്ടപ്പെടുത്തി കളയാൻ ഇടയാകരുത്. इसलिए हमें जो ईश्वरीय अधिकार मिला है उसको नष्ट करने वाले न बने हम। നല്ല നില സമ്പാദിക്കുവാൻ വലിയ നില കൊടുക്കണം. अच्छा एक पद कमाने के लिए बहुत बड़ा कीमत भी चुकाना पड़ेगा। യൗവനക്കാർക്കും ബാല്യക്കാർക്കും അതുപോലെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഈ വലിയ ഉത്തരവാദിത്വമുണ്ട്. जवान लोगों को, बच्चों को, सुनने वाले सभी को ये बहुत बड़ा एक जिम्मेदारी है। അതുകൊണ്ട് നാം അധികാരമുള്ളവരായി തീരാനിടയാകട്ടെ. इसलिए प्रभु करे कि हम अधिकार वाले बने, അധികാരത്തോടെ ഉപദേശിക്കാനുള്ള പ്രാഗൽഭ്യം സമ്പാദിക്കാനിടയാക്കിയത്. अधिकार के साथ उपदेश देने वाले वैसे काबिलियत रखने वाले बन जाए। നമ്മൾ ചിന്തിച്ചത് ലക്ഷ്യബോധമുള്ള ഒരു ഗുരുവിനെയാണ് നാം കാണുന്നത്. और लक्ष्य का बोध रखने वाले एक गुरु को देखते हैं। കേൾക്കുന്നവരുടെ രക്ഷയ്ക്ക് അത് കാരണമായി തീരണം. सुनने वालों के उद्धार का वो एक रास्ता बनना चाहिए उसमें से.
കേൾവിക്കാരുടെ രക്ഷയെ മുന്നിൽ കണ്ട് അതിനുവേണ്ടിയുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമായിരിക്കണം ഉപദേശിക്കുന്നവരുടെ ലക്ഷ്യം. सुनने वालों के शब्दों से सुनाने वालों के शब्दों से सुनने वाले को उद्धार और ये बातों की प्रार्थना के साथ उसको ये काम को करना है. അതുപോലെ ഉപദേശിക്കുന്നത് പ്രമാണിപ്പാൻ തക്കവണ്ണം ആയിരിക്കണം. इसलिए जो बातें सिखाई जाएंगी वो सीखने लायक बनने जरूरी है. എന്ന് പറഞ്ഞാൽ ലളിതമായ ഭാഷയിൽ കർത്താവ് സംസാരിച്ചതുപോലെ സംസാരിക്കാനുള്ള ആ സംസാര പാഠത്തിലേക്ക് ആ പ്രാഗൽഭ്യത്തിലേക്ക് വരുവാനിടയാണ്. इसलिए सरल शब्दों में जो लोग सुन पाएंगे, सुनकर समझ पाएंगे, उन शब्दों को या उन तरीकों को इस्तेमाल करके जैसे मसीह ने खुद किया वैसे करके इन कामों को करना है. അപ്പൻ മകനെ ഉപദേശിക്കുന്നത് പോലെ ഉപദേശിക്കണം. और जैसे पिता अपने बालकों को शिक्षण देता है या उपदेश देता है वैसे. മക്കളുടെ സകലത്തിലുമുള്ള നന്മയെ കരുതിയാണല്ലോ മാതാപിതാക്കളായ നാം മക്കളെ ഉപദേശിക്കുന്നത്. बच्चों के पूरी तरह से जो है उसकी भलाई है उसको देखकर ही हम माता पिता उनको उपदेश देता है. അതുപോലെ ഉപദേശിക്കാൻ ഇടയാണ്. और इस तरह उपदेश देने के लिए हमसे हो पाए ये प्रभु करे. മാത്രമല്ല എല്ലാം ഉപദേശിക്കുന്ന ഗുരുവിനെ നാം കാണുവാനിടയാണ്. सब कुछ सिखाने वाले या उपदेश देने वाले गुरु को भी देखते हैं हम मसीह में. അത് എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് എന്നുള്ളതും നാം ചിന്തിച്ചു. कैसे ये उपदेश देना ये भी हमने देखा. ഒന്നും മറച്ചു വെക്കാതെ कुछ भी बिना छुपाए വീട് തോറും വ്യക്തിപരമായി ഉപദേശിക്കേണ്ടത് അങ്ങനെയും घर घर जाकर अगर व्यक्तिगत तौर से बताना है तो वैसे, പരസ്യമായി ഉപദേശിക്കേണ്ടത് അങ്ങനെയും यदि सामूहिक तौर से सबके सामने बताना है तो वैसे. ഒന്നും മറച്ചു വെക്കാതെ സമൃദ്ധിയായി പറയത്തക്കവണ്ണം കേട്ടതെല്ലാം അടുത്ത തലമുറയിലേക്ക് കൈമാറത്തക്കവണ്ണമുള്ള വലിയ ഉൾക്കാഴ്ചയോടുകൂടെ എല്ലാം ഉപദേശിക്കുന്ന ഉപദേശകന്മാരായി നാം തീരുമാനിക്കട്ടെ. और आने वाली पीढ़ी को जो कुछ हमने सीखा सुना वो सब वैसे ही पास ऑन करने वाले देने वाले बनने के लिए एक अच्छी आंतरिक दृष्टि रखने वाले बनकर हमें हमारा जीवन को रखना है. നമുക്ക് പ്രമാണിച്ച് നല്ല ശിഷ്യന്മാരായിരിക്കുക. हमें मानकर वचन को मानकर अच्छे चेले बनना है നമുക്ക് ഉപദേശിച്ച് അനേകരെ ശിഷ്യരാക്കാം. और शिक्षा देकर बहुतों को चेले बनाना है. സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും ധാരാളമായ ദൈവകൃപ നൽകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ കേൾക്കുന്നു. ദൈവനാമം എല്ലാവരും മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर जो स्वर्ग में है वो इसके लिए बहुत ऐसे आशीष हमें दे और उसकी महिमा के लिए इस प्रार्थना के साथ समाप्त करना.